ഹായ്. ഇന്നപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞിയാണ് വയ്ക്കുന്നത് കേട്ടോ. കർക്കിടക കഞ്ഞിയുടെ അകത്ത് അമ്മ അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ കൊച്ചുമക്കൾ കൊള്ളാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മ യൂട്യൂബിൽ ഒരേ ആൾക്കാരുടെ വീഡിയോയിൽ കണ്ടത് നമ്മൾ സ്ഥിരം കർക്കിടക കഞ്ഞി വെച്ച് കുടിക്കുന്നതെന്ന് വെച്ചാൽ ഉലുവായും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വെച്ച് കുടിക്കാറുള്ളത്. ഇതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ഈ വട്ടം നമ്മൾ എന്തായാലും ലക്കിലി ആ വീഡിയോ കണ്ടത് കാരണം നമ്മൾ വിചാരിച്ചു ഈ പ്ലാന്റ്സൊക്കെ നമ്മളുടെ ഈ പ്രദേശത്ത് കിട്ടാൻ വലിയ പ്രയാസമില്ല. കാര്യം ഇത് വയൽ പ്രദേശം ആയതുകൊണ്ട് ഇതൊക്കെ കിട്ടും. അങ്ങനെ ഇതെല്ലാം നമ്മൾ ശേഖരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യൂന്നിയുണ്ട്, തഴുതാമയുണ്ട്, കീഴാനെല്ലിയുണ്ട്, പിന്നെ എന്തൊക്കെയോ അമ്മ തൊട്ടാവാടിയുടെ കാര്യം പറഞ്ഞു. തൊട്ടാവാടിയല്ല, ചൊറിയാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ചൊറിയാണം പിച്ചാൻ എന്നെ വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ വന്ന് ഈസി ആയിട്ട് പിച്ചി തരാമായിരുന്നല്ലോ ഒന്ന്. കാര്യം എനിക്ക് ഇതിനു മുമ്പ് ചൊറിയാണം പിച്ച് നല്ല ശീലമുണ്ടേ. ഇതിനു മുമ്പത്തെ മാമൂട്ടി വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ചൊറിയാണമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ കമ്പ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ വേരിൻ്റെ അടുത്തുനിന്ന് പിച്ചുമ്പോൾ നമ്മളുടെ കയ്യിലൊന്നും വലുതായിട്ട് എന്ന് വെച്ചാൽ ആ ചൊറിയാണത്തിൻ്റെ ആ ഒരു ഇത് വരത്തില്ല, ചൊറിച്ചിൽ തോന്നെ വരത്തില്ല, നമുക്ക് സാധനം കൈ കിട്ടുകയും ചെയ്യും. അതാണ് അവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിച്ചാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കതൊരു ഡൗട്ട്. പക്ഷേ അതെനിക്ക് ശരിക്കും പിച്ചാൻ അറിയാൻ ചൊറിയണം. ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും ചൊറിയാണത്തെ. അങ്ങനെ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ വേറെ കുറേ അമ്മയുടെ കയ്യിലിരിക്കുന്നതും ഈ അഷ്ടപുഷ്പങ്ങളിലുള്ള ഒരെണ്ണമാണ്. പിന്നെ മുക്കൂറ്റിയൊക്കെ ഉണ്ട്. മുക്കൂറ്റിയൊക്കെ അമ്മ നാലമ്പലത്തിൽ പോയപ്പോൾ, കോട്ടയത്ത് നാലമ്പലത്തിൽ പോയപ്പം അവിടുന്ന് ഏതോ ഒരു അമ്പലത്തിലോ എവിടെയോ ഒന്ന് കയറിയപ്പോൾ അവിടെ ഒരുപാടുണ്ടായിരുന്നു. അവിടുന്ന് കുറേ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അമ്മ കഞ്ഞിയുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വന്ന ഇതൊക്കെ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ വേരൊക്കെ വൃത്തിയായിട്ട് കഴിയണം. കാര്യം വയലിൽ നിന്ന് കിട്ടിയതല്ലേ. കുടങ്ങിലൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് വെച്ച് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നിനും അല്ല, അനിയത്തി കുടലിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ അവൾ കുടങ്ങൽ വെച്ചിട്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്നും പറഞ്ഞിട്ടാണ് വെച്ച് പിടിപ്പിച്ചതെങ്കിലും ഇതുവരെ അങ്ങനെ പിച്ചി വെച്ചിട്ടുണ്ട്, പക്ഷേ കഞ്ഞിയൊന്നും വെച്ചിട്ടില്ല. വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അവൾക്ക്, പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ കുടങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പിച്ചിക്കൊണ്ട് വന്നു. ബാക്കിയൊക്കെ ഇത് ഞാനിപ്പോൾ എന്തോന്നറിയാമോ അമ്മയുടെ പറയുന്നത്, നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഇല്ല ചെടി ഞാൻ വെച്ച് ചെടിച്ചട്ടിക്കകത്ത് പിടിപ്പിക്കുന്നുണ്ട്. മതിൽ മൊത്തം ആക്കും. ഇത് തൊട്ടാവാടിയുടെ ഇലയാണ് കേട്ടോ. തൊട്ടാവാടി ഇവിടെ കിട്ടാനില്ല. ഇത് ആശാളിയാണ്. ഈ ഒരു വീഡിയോ കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരെന്തോന്ന് മറന്നുപോയി. ഞാനാണ് ഈ സാധനം പോയി അങ്ങാടി കടയിൽ നിന്നൊക്കെ മേടിച്ചത്. അപ്പം നമ്മൾ രാവിലെ ഉലുവായും പയറും നമ്മളുടെ ഈ അരിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അയ്യോ, എന്തോ ഒരു പേരായിരുന്നു. ഞവരരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് പുറത്ത് അതിനുള്ളൊരു ഫെസിലിറ്റി ഇല്ല, അങ്ങനെ വെച്ച് ആ ഒരു രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ കൂടെ ആശാളിയും കൂടെ ഒക്കെ ഇട്ടൊക്കെ വയ്ക്കാം കേട്ടോ. അമ്മ പിന്നെ പറഞ്ഞു ഇത് എന്ത് വന്നിട്ട് ആശാളിയൊക്കെ ഇട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞത് കാരണം നമ്മൾ ആ ഒരു രീതിക്ക് പ്രോസസ്സ് അങ്ങോട്ട് നീട്ടിയെന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഈ കുക്കറിനകത്തൊരു സ്പൂൺ ഇടുന്നുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. കുക്കറിനകത്ത് ഇങ്ങനെ തുളുമ്പാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിട്ട് അടപ്പിട്ട് അടച്ച് വെച്ചാൽ അതങ്ങനെ തൂവിപ്പോത്തില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. കാര്യം എനിക്ക് 2-3 വട്ടമായിട്ട് തൂവിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മിക്സിക്കകത്തിടണം. വേറെ കുറേ തഴുതാമയൊക്കെ ആണെങ്കിൽ തണ്ടിന് ഇച്ചിരി വീതിയും ഇച്ചിരി കട്ടിയും ഉള്ളതൊക്കെ നമ്മൾ ഇടികല്ലിനകത്ത് ചതച്ചിട്ട് മിക്സിക്കകത്ത് ഇടാവുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മ ഇതെല്ലാം ചതയ്ക്കുന്നുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് അമ്മ തന്നെ ഇതെല്ലാം ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ ഇടിച്ചൊക്കെ കൊടുത്ത് തേങ്ങാപ്പാലെല്ലാം കൃത്യമായിട്ട് ഞാനാണ് എടുത്ത് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം അമ്മ തന്നെ കളക്ട് ചെയ്ത് അമ്മ തന്നെ റെഡിയാക്കി വയ്ക്കും. കുക്കറിലൊക്കെ ഇത് 2-3 വിസിലല്ല, 4-5 വിസിലടിക്കണം കേട്ടോ. അതുവരെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ചെയ്ത് വയ്ക്കും. ബാക്കി ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന അമ്മയാണ്. അമ്മ എൻ്റെ മസ്ലിൻ ക്ലോത്തിൻ്റെ ഒരു പീസ് എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ഒന്ന് സ്പീഡിൽ പൊക്കോട്ടെ അല്ലേ. അങ്ങനെ അതും കഴിഞ്ഞു. അതങ്ങനെ കുറേശ്ശെ കട്ട് ചെയ്ത് ഇടിച്ചെടുക്കണം. ഇത് ഇച്ചിരി കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ ഇടിച്ചെടുത്താൽ മതി. തഴുതാമയൊക്കെ കട്ടിയുള്ളതെല്ലാം ഇടിച്ചെടുത്താൽ മതി. നമ്മൾ കുക്കറിൽ വെച്ചു, എന്തായാലും തിളച്ച് പോയില്ല. കറക്റ്റ് ഒരു 4-5 വിസിൽ. 5ാമത്തെ വിസിലാകുമ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഈ ഒരു 5 വിസിലാകുമ്പോൾ കറക്റ്റായിട്ട് വെന്തിരിക്കും. മറ്റേ സ്റ്റീലിൻ്റെ അല്ലാത്ത കുക്കറുണ്ടല്ലോ, അതാണെങ്കിൽ ഒരു കുറച്ച് വിസിൽ വേണ്ടി വരും കേട്ടോ. ഒരു 5, 6, 7 വിസിൽ അതിന് വേണ്ടി വരും. ഇതിനാണെങ്കിൽ ഒരു 5 മതി. ഇതിനകത്ത് നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും. ഈ പ്രഷർ കുക്കർ കറക്റ്റ് വിസിലടിക്കുന്ന സമയം നോക്കി ഞാൻ വീഡിയോ എടുത്തതാണ്. ആ വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കറിയാമല്ലോ. ഇതെല്ലാം കൂടെ നമ്മൾ ഈ പച്ചമരുന്നുകളെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിക്കും.
സാധാരണ അരകല്ലിലിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അത് നമുക്ക് അരകല്ലില്ല. പിന്നെ അതുമല്ല മിക്സിക്കകത്തിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ കർക്കിടകക്കഞ്ഞി പല വീട്ടിലും വെക്കാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രോസസ്സ് ഇച്ചിരി ലോങ് ടൈമായിട്ട്, അതായത് കുറച്ച് നേരം ഈ പ്രോസസ്സ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം കഴിയും. നമ്മൾ ഓരോന്നും പിഴിഞ്ഞ് അതിൻ്റെ നീരൊക്കെ സെപ്പറേറ്റ് മാറ്റി വെച്ച് കുക്കറിലൊക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ ഒരു മടുപ്പും തോന്നത്തില്ല. 7 ദിവസം ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വരും. അങ്ങനെ ഇതെല്ലാം അരച്ച് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അതിന് ഞാൻ കുറച്ച് പ്രഹസനം ഇങ്ങനെ ഇത് ലൈറ്റൊക്കെ ഇട്ട് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ ഇത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ വട്ടം ഈ മസ്ലിൻ ക്ലോത്ത് എല്ലാ ദിവസവും കഴുകി അങ്ങ് ബാക്കിൽ ടഷയിലിടും. അപ്പോൾ ഇത് ദിവസേന നമുക്ക് ഉണങ്ങി കിട്ടും. വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഉണങ്ങി കിട്ടും. അതിനകത്ത് വീണ്ടും ഇങ്ങനെ അരിച്ച് ദിവസേനത്തെ ഉള്ള പ്രോസസ്സ് അത് അങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായിട്ട് അരിച്ചെടുക്കണം. കൊന്തൊന്നും വരില്ല. ചിലപ്പോൾ കൊന്തൊക്കെ കിടന്നാൽ ചിലർക്കത് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. ചെറിയൊരു കയ്പ്പ് ഇതിനുണ്ടാവുമല്ലോ. അങ്ങനെ ഇതെല്ലാം വിസിലെല്ലാം അടിച്ച് വെന്തു മാറ്റി. നിങ്ങൾ വിചാരിക്കും നമ്മൾ കുക്കറിൽ മാത്രം എല്ലാം ചെയ്യത്തോളോ എന്ന്, പരിഷ്കാരികളാണോ എന്ന്. അല്ല, നമ്മൾ കലത്തിലേക്ക് ഇതെല്ലാം മാറ്റും. ഇത് ആ സ്പൂൺ കണ്ടോ, അങ്ങനെ ഇട്ട സ്പൂണാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു സ്പൂണിൻ്റെ വിദ്യ ഫലിച്ചില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ സ്പൂൺ മാറ്റിയിട്ട് നമ്മൾ ബാക്കി ഇത്രയും ആ കലത്തിലേക്ക് ഇടുന്നുണ്ട്. കലത്തിലേക്ക് ഇട്ടതിന് ശേഷം ആദ്യത്തെ പാല് ഞാൻ എടുത്ത് മാറ്റി പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പാൽ അങ്ങനെ ഉപയോഗിക്കുന്നത് യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് കണ്ടില്ലായിരുന്നു. അമ്മ പറഞ്ഞ ഏതായാലും തേങ്ങാപ്പാലല്ലേ, രണ്ടാം പാലാണിത്, കിടക്കട്ടെ, അത് കിടന്ന് അങ്ങനെ വെന്ത് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ രണ്ടാം പാൽ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടാം പാൽ ഒഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അവരുടെ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിനിടയ്ക്ക് ആശാളി ഇടാൻ മറന്നുപോയി. ആശാളിയും കൂടി ഇതിനകത്ത് ചേർത്തു. പിന്നീട് വെളുത്തുള്ളിയും ചുക്കുമൊക്കെ ഈ കഞ്ഞിക്കകത്തുണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. വെളുത്തുള്ളിയും ചുക്കുമൊക്കെ ആദ്യം തന്നെ ഇട്ട് ആണ് ഇത് വെക്കുന്നത്, വിസിലടിപ്പിക്കാൻ വെക്കുന്നത്. അതിനുശേഷം ഈ പച്ചമരുന്നുകളെല്ലാം കൂടെ ഈ കലത്തിലേക്ക് ചേർക്കും. കലത്തിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അടുപ്പിൻ്റെ ചൂട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിങ്ങനെ കൈയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തിളച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഒരു ഫലവും നമ്മളുടെ ശരീരത്തിൽ ചെല്ലത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ മറ്റെന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ഏതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറെ അല്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും അടുത്തൊക്കെ ചോദിച്ചാൽ ചില അമ്മമാർക്കൊക്കെ അറിയാമല്ലോ. ചിലതൊക്കെ ഷുഗറൊക്കെ കുറയ്ക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഷുഗറൊക്കെ കുറവുള്ളവരൊക്കെ ആണെങ്കിൽ തഴുതാമ അങ്ങനെ അതുപോലുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ കർക്കിടകക്കഞ്ഞിയുടെ പാക്കറ്റ് മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനത്തെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഉള്ളി നമ്മൾ നെയ്ക്കകത്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചു. പിന്നീട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നെയ്യ് നമ്മൾ വഴറ്റി ചേർക്കുന്നുണ്ട് ഈ കഞ്ഞിക്കകത്ത്. അപ്പം നെയ്യ് വഴറ്റി ചേർക്കാനുള്ള പ്രോസസ്സാണ്. ഇരുമ്പേട്ടി വെച്ച് നെയ്യ് ഒഴിച്ചു. ഉള്ളി അങ്ങ് ഡീപ്പായിട്ടങ്ങ് നമ്മൾ കടുക് വറുക്കുന്ന ആ ഒരു രീതിക്ക് ഫ്രൈ ആവത്തില്ല. ഒരു ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കത്തേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ കഴിക്കാൻ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിക്ക്. എന്ത് പറഞ്ഞാലും കർക്കിടകക്കഞ്ഞി ഇത്രയും പച്ചമരുന്നുകളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്കിഷ്ടമാണ്. കുട്ടികളും കഴിക്കുന്നുണ്ട്, അവരുടെ ഹെൽത്തിന് നല്ലതാണല്ലോ. ഇത് കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് കേട്ടോ. പിറ്റേ ദിവസമായാലും നമുക്ക് ഇതിൻ്റെ ഒരു എനർജിയൊക്കെ നിൽക്കും. ഞാൻ അമ്മ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അപ്പം തന്നെ കഞ്ഞി ഒഴിക്കുന്നു. അപ്പം അമ്മ പറഞ്ഞാൽ വേണ്ട, ഇപ്പോഴേ ഒഴിക്കണ്ട, ഇതിങ്ങനെ താളിച്ചത് അത് അതിനകത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സെറ്റാവട്ടെ എന്ന് പറഞ്ഞ് ആ ഇരുമ്പേട്ടി അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതിൻ്റെ പേര് തവിയും കൂടെ അതിൻ്റെ മേളിൽ വെച്ച് കഞ്ഞി സെറ്റായി. അപ്പം ഞാൻ കഞ്ഞിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് എടുത്തതാണ്. അതിൽ നല്ല ആവി ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ? അത് നല്ല രസമാണ് കേട്ടോ. രസം മാത്രമല്ല, കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ട്രൈ ചെയ്ത് നോക്കും. ഇത് ഈ പറയുന്ന വലിച്ചു നീട്ടുന്ന ഇത്രയൊന്നുമില്ല, സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ വെറും കയ്പുണ്ട് ആണ്.